ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇത് കൊള്ളിക്കച്ച് എന്ന് പറയും. നമ്മുടെ കണ്ണൂർക്കാരുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പ് ഇത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സീൻ്റെ ജാർ എടുക്കുക. അതിലേക്ക് കുറച്ച് പുളീൻ്റെ പേസ്റ്റ്, അതായത് നമ്മൾ പുളി വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. വെള്ളമായിട്ട് പിഴിഞ്ഞെടുക്കല്ല, അതിൻ്റെ പൾപ്പ് എടുക്കുക. എന്നിട്ട് മിക്സീൻ്റെ ജാറിലിടുക. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 5-6 ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുക, കുരൊക്കെ കളഞ്ഞിട്ട്. പിന്നെ ഒരു ആവശ്യത്തിനുള്ള മുളക് പൊടി, നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ നല്ല രീതിക്ക് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നല്ല രീതിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മെയിനായിട്ടുള്ള സാധനമാണ് കൊള്ളി ചിപ്സ്, അതായത് നമ്മുടെ കപ്പ ചിപ്സ്. അതിങ്ങനെ നീളത്തിലുള്ള തന്നെ എടുക്കാം കേട്ടോ. കപ്പ, കൊള്ളി, പൂള എന്നൊക്കെ പറയും. അപ്പോൾ ഈ കൊള്ളി ചിപ്സ് നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനിതാ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ പേസ്റ്റ് ഉണ്ടല്ലോ, അതിന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കഴിക്കുമ്പോണ്ടല്ലോ നമുക്ക് പണ്ട് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തേക്ക് നമ്മൾ മൈൻഡ് ഇങ്ങനെ ഓടിപ്പോകും കേട്ടോ. കാരണം എന്തായാലും നമ്മൾ ആ പുളിമിഠായി ഒക്കെ കഴിച്ച ആ ഒരു ഓർമ്മയൊക്കെ നമുക്ക് ഓടി വരും. ഏകദേശം ആ ഒരു ടേസ്റ്റൊക്കെയാണ് നമുക്കിതിന് വരുന്നത്. അപ്പോൾ ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കൊള്ളിക്കച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട. റെസിപ്പി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ലേ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ. അതുപോലെ തന്നെ അത് കഴിച്ചിട്ടുള്ളവർ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല താഴെ ഒരു ഹൈപ്പ് ബട്ടൺ ഉണ്ടാവും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബായ്.